എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഡയമണ്ട് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡയമണ്ട് കീയുടെ ഇക്കിഴി റിയാക്ഷനാണ് സലാർ സിനിമയുടെ ഒഫീഷ്യൽ റിലീസ് ട്രെയിലർ എത്തിയിട്ടുണ്ട്. അതിൻ്റെ തെലുങ്കു നമ്മൾ കണ്ടു, റിയാക്ഷൻ ചെയ്തു. പക്ഷേ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായില്ല. പഞ്ച് കിട്ടിയില്ല. ഫൈനൽ പഞ്ചാണല്ലോ, പഞ്ച് കിട്ടിയിട്ടില്ല. മലയാളം കണ്ടാൽ അത് മനസ്സിലാവുള്ളൂ. അതായത് നമ്മൾ തെലുങ്ക് ആദ്യം ചെയ്യുന്നത് ആ ഓഡിയൻസ് കൂടുതലുള്ളതുകൊണ്ടാണ്. അതായത് തെലുങ്കാണല്ലോ അതിൻ്റെ ഒറിജിനലേ, അതുകൊണ്ടാണ് നമ്മളത് തെലുങ്ക് ആദ്യം ചെയ്യുന്നത്. എന്തായാലും ഒരുപാട് കാര്യങ്ങൾ ശരിയായ രീതിയിൽ മനസ്സിലായിട്ടില്ല എന്നുള്ളത് നമ്മളതിൻ്റെ റിയാക്ഷൻ ചെയ്ത് കഴിഞ്ഞ് വീഡിയോ ഇട്ടപ്പോൾ മനസ്സിലായി. ഒരുപാട് കമൻറ്റ്സ് വരുന്നുണ്ട്. എന്തായാലും നമുക്ക് മലയാളം ട്രെയിലറാണ്. ഓക്കെ, കുട്ടിക്കാലത്ത് നിന്നോട് പറഞ്ഞ ആ കഥ പേർഷ്യൻ സാമ്രാജ്യത്തിലെ ഫ്ലാഷ് ബാക്ക് അല്ലേ? സുൽത്താൻ എത്ര വലിയ പ്രശ്നമുണ്ടായാലും തന്റെ ശക്തമായ സൈന്യത്തെ ആശ്രയിക്കാതെ പരിഹാരം തേടിയത് ഒരാളോട് മാത്രം. എടാ, മെക്കാനിക്കിന് സ്പാനറും റിഞ്ചൊക്കെ ഉപയോഗിക്കാൻ മാത്രമല്ലടാ അറിയുള്ളൂ. ഇവനൊക്കെ ഗണ്ണ് കൊടുത്തിട്ട് വല്ല കാര്യമുണ്ടോ? സോറി ഭായ്, ഞാൻ ബീച്ചിലെത്തും. ഒരു എൻട്രിയാണ്. സുൽത്താൻ ആഗ്രഹിക്കുന്നത് നടത്തിക്കൊടുത്തവൻ, സുൽത്താന്റെ എതിരാളികളെ നിഗ്രഹിക്കുന്നവൻ. Wait. മനസ്സിലായി. I need a drink. Do you have? കുടിച്ച് ചാക്. ഇങ്ങനെയല്ലേ നമ്മുടെ മണ്ണാർ ആർമി ഗേറ്റിനടുത്ത് മാത്രമല്ല ഖാൻ സാർ മുഴുവൻ ഹൈ അലേർട്ട് ആയിരിക്കാൻ പറയൂ. ഖാൻ സാറിൽ കാൽക്കുലേറ്റർ വെച്ചുള്ള കണക്കുകൂട്ടലുകൾ വില പോവില്ല. ഖാൻ സാർ ചുവന്നെരിയണം. അതുകൊണ്ട് തന്നെയാണ് ഒരു കണക്കുകൂട്ടലിലും പെടാത്ത ഒരുത്തനെയും കൊണ്ടുവന്നത്. എരിയുന്ന കനല് കൊണ്ടായാലും അവരുടെയൊക്കെ ചോര കൊണ്ടായാലും അവന്റെ പേര് അറിയാം ബാബ. ഖാൻ സാർ ഒരുപാട് പേരുടെ കഥ മാറ്റിയിട്ടുണ്ട്. പക്ഷെ ഖാൻ സാറിന്റെ കഥ മാറ്റിയത് രണ്ട് ഉറ്റ സുഹൃത്തുക്കൾ ബദ്ധവൈരികളായി മാറിയപ്പോഴാണ്. അത് കൊള്ളാം. നൽകിയിട്ടുണ്ട്. അയ്യോ, എന്താടാ തെലുങ്ക് കണ്ടപ്പോ നമ്മൾ എന്താ പറഞ്ഞത്? അങ്ങനെ ബദ്ധവൈരികളാവരുതെന്ന് പറഞ്ഞു. അതെ, അപ്പൊ ഇവര് പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് എന്താണ് ഗദ്ദാറോ? ഗാൻസാർ. അതൊരു സ്ഥലമാണല്ലേ, ഗാൻസാർ. അവിടെ കഥ മാറി മറിയുന്നത് രണ്ട് ഉറ്റ സുഹൃത്തുക്കൾ ബദ്ധവൈരികളായപ്പോഴാണ്. എന്താണെങ്കിലും ഫസ്റ്റത്തെ സീസ് ഫയർ ഫസ്റ്റില് അതുണ്ടാവുമെന്ന് തോന്നുന്നില്ല. അത് മിക്കവാറും എൻഡില് ടൈലൻഡിൽ കൊണ്ടുപോയിട്ട് വെക്കുന്ന സാധനം. അതായത് ഇവര് തമ്മിലുള്ള പ്രശ്നങ്ങൾ. പിന്നെ അടുത്തത് ഇത് സംഭവം നമുക്ക് ഇതിൽ ട്രെയിലറിൽ നമുക്ക് മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ദേവ സുൽത്താന്റെ പേരെന്താ? എന്തായിരുന്നു സുൽത്താന്റെ പേര്? അത് മന്നാർ. വരദരാജ മന്നാർ. ആളും ദേവയും തമ്മിലുള്ള സൗഹൃദം. അതിനുശേഷം അവര് അതായത് എന്തോ ഒരു ഇതിനായിട്ട് ഇറങ്ങുകയാണ്. പക്ഷെ അതിന് ഇവര് പ്ലാൻ ചെയ്യുന്നതായിട്ട് കണ്ടോ? അതെ, അതായത് ഈ പ്ലാനിങ്ങിൽ ഇല്ലാത്ത ഒരാളാണ് ദേവ. അതുകൊണ്ട് തന്നെ അതാണ് ആളുടെ ഏറ്റവും വലിയ ആയുധം. അതാണ് ദേവേനെ കൊണ്ടുവരാനുള്ള. പിന്നെ
അല്ല ഒരു ഡൗട്ട് പോലെ ഇങ്ങനെ ഉള്ളിൽ നിൽക്കുന്നത്. എന്താണ് പറ. ഇനി ഇവര് മറ്റേ മറ്റാരെങ്കിലും തോപ്പിക്കാൻ വേണ്ടിയിട്ട് ശത്രുക്കളായി മാറുന്നതാണോ? ഒരു കെട്ടിപ്പിടുത്തം കാണുമ്പോളേ ഒരു ഡൗട്ട് ഇല്ലാതില്ല. അതേപോലെ തന്നെ രണ്ടുപേരും ഒരുമിച്ച് വരുന്ന പല സംഭവങ്ങളും കാണുന്നുണ്ട്. അതായത് ആ ഡയലോഗ് അങ്ങനെ തന്നെ ഇട്ടിട്ട് അങ്ങനെ ഓപ്പൺ ആയിട്ട് ഇട്ടിട്ട് നമുക്ക് തരാൻ പോകുന്ന സംഭവം മേ ബി അതായിരിക്കും ഇതിലെ ഏറ്റവും വലിയ സർപ്രൈസ് ആയിട്ടുള്ള ഒരു എലമെന്റ്സ്. അവർ തമ്മിൽ ഭയങ്കരമായിട്ട് എനിമീസിനെ പോലെ കാണിച്ചിട്ട് ശേഷം ഒരുമിച്ചുള്ള ആ ഒരു ശരിക്കും ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇത്ര ആഴത്തിൽ എന്താ പല സംഭവങ്ങളും കാണിക്കുമ്പോഴേ അവരങ്ങോട്ട് എനിമീസാക്കി മാറ്റിയിട്ട് അങ്ങനെ അതുമല്ല ഇത്ര ബന്ധം കാണിക്കുമ്പോൾ ഇവരെ തുടക്കത്തിൽ തന്നെ ഇവര് വിട്ടുപോകുന്നതാ കാണിച്ചിട്ടുള്ളത്. അതെ അതെ. അവിടുന്ന് പിന്നെ അവര് തമ്മിലൊരു ടച്ച് ഒന്നും ഇല്ലാണ്ട് പിന്നെ പലയിടങ്ങളിൽ ആളുടെ ശത്രുക്കളെ ഇല്ലാതാക്കാൻ ദേവയാണ് എപ്പോഴും മുന്നോട്ട് വരുന്നത്. അതെ. അപ്പൊ അത് എന്താ പല സമയങ്ങളിലും ആവർത്തിക്കുന്നുണ്ടല്ലോ. സത്യം. അപ്പൊ അവര് തമ്മിലുള്ള ഒരു ബന്ധം അത്രത്തോളം ദൃഢമാണ് എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഹൈലൈറ്റ് നമുക്ക് തോന്നുന്നത്. ഇവരുടെ പ്ലാനിങ് ആയിരിക്കും മറ്റാരെയോ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവം, പുറത്തറിയാത്ത രീതിയിലുള്ള ഒരു സംഭവം, ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ, അതായിരിക്കാനാണ് ചാൻസ് തോന്നുന്നു. രണ്ട് സാധ്യത ഉള്ളത്. ഒന്ന് ഇവരെ എനിമീസായിട്ട് കാണിച്ചിട്ട് ശത്രുക്കളുടെ മുമ്പിൽ കാണിച്ചിട്ട് നമ്മളെ മുമ്പിലും ആദ്യം തരും, എന്നിട്ട് നമുക്കൊരു സർപ്രൈസ് എലമെന്റ്സ് തരും. സംഭവം എന്താ ഒരു ഞെട്ടിച്ചുകൊണ്ടൊരു സസ്പെൻസ്. അത് എന്താ ചിലർക്കൊക്കെ അത് പ്രഡിക്റ്റബിൾ ആയിരിക്കാം. ഇനി അതല്ലെങ്കിൽ അതായത് സീസ് ഫയർ പാർട്ട് 1 അതുണ്ടാവില്ല. ഇവർ തമ്മിലുള്ള സൗഹൃദം മാത്രമാണ് കാണിച്ചത്. എന്നിട്ട് ഇവർ എനിമീസായിട്ട് കാണിച്ചു കൊടുത്തുനിന്ന് എന്ത് ചെയ്യും, നിർത്തും. എന്നിട്ട് അതിന്റെ പാർട്ട് 2 പിന്നെ അടുത്ത വർഷത്തേക്ക് കാത്തിരിക്കേണ്ടി. എന്താണെങ്കിലും ട്രെയിലർ ഒരു രക്ഷയില്ല. നമുക്ക് തെലുങ്കുല നമുക്ക് അത്ര പരിജ്ഞാനം ഇല്ലാത്തതുകൊണ്ട് അവരെന്താ പറഞ്ഞതെന്ന് നമുക്ക് അറിഞ്ഞൂടാ. അത് മനസ്സിലായി. അതൊരു സത്യാവസ്ഥയാണ്. തെലുങ്ക് നമുക്ക് ഒരുപാട് കാര്യങ്ങളെ അതായത് അറിയാത്തത് കൊണ്ട് തന്നെ ശരിക്കും ആ ട്രെയിലറും ഈ ട്രെയിലറും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. നമ്മൾ തെലുങ്കിൻ്റെ റിയാക്ഷൻ ചെയ്ത സമയത്ത് അതായത് ബദ്ധവൈരികളായിട്ടുള്ള ആ ഒരു സംഭവം പറഞ്ഞ ഡയലോഗ് ഉണ്ടല്ലോ ലാസ്റ്റിലെ, അത് നമുക്ക് മനസ്സിലായിട്ടേ ഇല്ല. ശരിക്ക് തമിഴൊക്കെ ആണെങ്കിൽ പിന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും, പിടി കിട്ടും. ഇതിലേക്ക് വന്നപ്പോൾ ഒരു ഐഡിയ കിട്ടുന്നില്ല. എന്തായാലും പ്രഭാസിനെ വളരെ മികച്ച രീതിയിൽ കാണാൻ പറ്റി. അതായത് ഇത്രയും രോമാഞ്ചിഫിക്കേഷൻ. അതായത് ശരിക്കും ബാഹുബലി ഉണ്ടല്ലോ, അത് മിക്കവാറും താഴെ പോകും, എന്നിട്ട് ബാഹുബലിക്ക് മുകളിൽ കയറി നിൽക്കും ആള് ഇതിൽ, എനിക്ക് തോന്നുന്നു. റെക്കോർഡുകളൊക്കെ തൂക്കും. ഇങ്ങനത്തെ ഒരു യോദ്ധാവായിട്ടൊക്കെ വരുമ്പോൾ അതാണ് ഒരു വേറെ വൈബ് തന്നെയാണ്. കോമഡി ആക്കാതിരുന്നാൽ മതി. കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മാറ്റിയാൽ മതി, എന്നാൽ തന്നെ നല്ല സ്ട്രോങ് ആയിട്ട്. അല്ല ആദിപുരുഷ പോലെയൊക്കെ അതുകൊണ്ട് അങ്ങനത്തെ കോമഡി ഉണ്ടല്ലോ, അതിൽ നിന്ന് വിട്ടുമാറുക. പിന്നെ അതുപോലെ റൊമാൻസിൽ നിന്ന് വിട്ടുമാറുക. റൊമാൻസ് സാധനങ്ങളൊന്നും ഓരോരുത്തർക്കും ഓരോന്നുണ്ടല്ലോ, നമുക്ക് നമ്മുടെ കാഴ്ചപ്പാടില്. അങ്ങനെ റൊമാൻസ് ചേരാത്ത ഒരാളാണ് പ്രഭാസ്. സത്യമാണത്. ആക്ഷൻ അങ്ങനത്തെ സംഭവങ്ങളിൽ കിട്ടലാണ്. അത് ആ ഒരു രീതി തന്നെ പക്ഷെ റൊമാൻസ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ബാഹുബലിയില്, അത് ശരിയാണ്. പക്ഷെ അല്ലാതെ വേറെ ആരുടെയും കൈ കിട്ടുമ്പോൾ റൊമാൻസ് ചെയ്യുമ്പോൾ ഭയങ്കര ബോറായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. രാധേശ്യാം മറ്റേന്ന് പറഞ്ഞാൽ രാജമൗലിയാണ്. രാജമൗലി അതൊക്കെ ഒരു ഒതുക്കത്തിലേ ചെയ്യുള്ളൂ. അതിലും മാസ് കാണിച്ചുകൊണ്ട് തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. അതെ, വെറും ഒരു ട്രാക്കിൽ മാത്രം പോകുമ്പോഴേ, റൊമാൻസിന്റെ മാത്രം ട്രാക്ക് പോകുമ്പോഴാണ് ഇത് പ്രശ്നം. എന്തായാലും വളരെ മികച്ച രീതിയിൽ തന്നെ കിട്ടി. ഇനി നമുക്ക് പൃഥ്വിരാജിലേക്ക് വരാം. പൃഥ്വിരാജ് എല്ലാത്തിലും ആള് തന്നെയാണ് ഡബ് ചെയ്തിരിക്കുന്നത്. കിഡിലൻ. എനിക്ക് ആ ഗ്ലാസ് വെച്ചിട്ടുള്ള തിരിയുന്ന സംഭവല്ലേ, അത് മാത്രം ഇഷ്ടപ്പെടാറുള്ളത്. ആണല്ലേ, എനിക്കത് ചേർന്ന് നിൽക്കുന്നില്ല എന്ന് തോന്നുന്നു. അതായത് പിന്നെ എനിക്ക് ആ ലോറിയും കാര്യങ്ങളൊക്കെ കാണിച്ചൊരു ഷോട്ടില്ലേ, അതും ആ ഒരു ബൈക്ക് കൊണ്ട് വരുന്നല്ല, അല്ലാത്തൊരു ഷോട്ട് ഉണ്ട്. അതായത് അതൊരു ലൊക്കേഷൻ സീൽ പോലെ എനിക്ക് ലൊക്കേഷൻ വീഡിയോ പോലെ ഫീൽ ചെയ്തു. കുറച്ച് എന്താ അതായത് ഒരു ലോങ് ഷോട്ട് ഉണ്ട്. അതായത് കുറച്ച് ലോറിയും ഇതൊക്കെ കാണിക്കുന്ന ഒരു സമയത്ത് പിന്നെ ഈ ഗ്ലാസ് വെച്ചിട്ടുള്ള തിരിയുന്നില്ല, അതും എനിക്ക് ലൊക്കേഷനിൽ ഉള്ള ഒരു വീഡിയോ ആയിട്ട് ഫീൽ ചെയ്ത്. അതെന്താണെന്നറിയോ, അത് ശരിക്കും അവിടെയല്ല വേറെ എവിടെയോ പോകുന്ന ഒരു സാധനമായിട്ടാണ് ആ സാധനം വരാൻ പോകുന്നത്. അത് ഉറപ്പാണ്. അതായത് ആള് നിൽക്കുന്ന ലൊക്കാലിറ്റിയിലുള്ള ഒരു സെറ്റപ്പ് അല്ലാതെ അത് മറ്റാരെയോ മീറ്റ് ചെയ്യാൻ പോകുമ്പോൾ ഒരു അത് ആരാന്നറിയോ, അതായത് നമ്മുടെ അതിന്റെ ടീസർ ഉണ്ടായിരുന്നില്ലേ, അതിലുണ്ടല്ലോ ചീറ്റ ടൈഗർ, അങ്ങേരാണ് മുമ്പിൽ നിൽക്കുന്നത്. എന്തായാലും അവരും ചിരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. അപ്പോൾ എനിക്കതൊരു ലൊക്കേഷൻ ഇതിലെ വീഡിയോ പോലെയാണ് ഫീൽ ചെയ്തത്. കാരണം അങ്ങനത്തെ ഒരു കോസ്റ്റ്യൂമും അതിൽ ആ ഗ്ലാസ് ചേരാത്ത പോലെ ഫീൽ ചെയ്തു. പിന്നെ എന്തായാലും 2 പേർക്കുള്ള സ്ക്രീൻ പ്രസൻസ്
അസാധ്യമാണ്. ഗംഭീരട്ടോ രണ്ടുപേരും കൂടെ സ്ക്രീനിൽ വന്നപ്പോഴേ കേട്ടോ തിയേറ്ററിലുണ്ടല്ലോ അതെ, വേറെ ലെവലായി ഉറപ്പാണ്. അതെ, ശ്രുതി ഹാസനെ കാണിച്ചു, ഏതാണ്ട് എല്ലാരെയും കാണിച്ചു അല്ലേ? അത്യാവശ്യം അതിനകത്തുള്ള ആൾക്കാരെ കാണിച്ചു. ഇനി ആരെങ്കിലും ഒക്കെ ഒളിച്ചിരിപ്പുണ്ടെങ്കിൽ അത് ഒരുപാട് പേരുണ്ടാവും അല്ലേ? ഇപ്പൊ യശൊക്കെ എവിടെയെങ്കിലും ഒക്കെ മൂലക്ക് മാറിയിരിപ്പുണ്ടെങ്കിൽ നമുക്ക് അറിഞ്ഞൂടാ, ചിലപ്പോ വരുമായിരിക്കും. സംഭവം എന്താ ഇന്നത്തെ കാലഘട്ടത്തിൽ നടക്കുന്ന രീതിയിൽ തന്നെയാണ് ഇതിൽ കുറേ കാര്യങ്ങൾ കാണിച്ചിരിക്കുന്നത്. എന്നാൽ ആ ഫ്ലാഷ് ബാക്കിലുള്ള സംഭവങ്ങളാണ് കുറച്ച് കാലഘട്ടം മുൻപുള്ളത്. അതെ, അതാണ് മനസ്സിലാവുന്നത്. എന്താണെങ്കിലും ഗംഭീരമാട്ടെ. അപ്പോൾ പോവാം. എന്തായാലേ KGF-നേക്കാൾ എത്രയോ മുകളിലായിട്ടാണ് ഫീൽ ചെയ്യുന്നത് ട്രെയിലർ കണ്ടിട്ട്. അതൊരു സത്യം കേട്ടോ. KGF ഒക്കെ ചോട്ടിപ്പോയി. അതെ, എന്തായാലും വെയിറ്റ് ചെയ്യാം. 4 ദിവസം കൂടെ ഉള്ളൂ. അതെ, എന്തായാലും ബഡ്ജറ്റിനുള്ള മാറ്റം ഉണ്ടല്ലോ. KGF-നുള്ള ബഡ്ജറ്റ് അല്ല ഇതിനുള്ളത്, ഡബിൾ ഇരട്ടി ഉണ്ട്. ഒരുപാട് വ്യത്യാസമുണ്ട്. എന്തായാലും പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ വരാം. ബൈ.